അനന്തപുരിയിൽ കലാമാമാങ്കമാണ് വിശേഷങ്ങളുമായിട്ട് വിഷ്ണു കരുണാകരൻ ചെയ്യുന്നുണ്ട്. വിഷ്ണു, എങ്ങനെയൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ, എന്തൊക്കെയാണ് അവിടുത്തെ വൈബ്? ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ചും പറയാനുള്ളത്, ഇവിടെ ഇപ്പോൾ സംഘനൃത്തം ആരംഭിച്ചു കഴിയാണ്. കുറച്ച് താമസിച്ചാണ് തുടങ്ങിയത്, 3 മണിയൊക്കെ പറഞ്ഞെങ്കിലും ഏകദേശം 5:30 എന്നാലും വലിയ അതിൻ്റെ ഒരു ആവേശമുണ്ട്. ആ ഒരു ആളുകളെല്ലാം കാളിദാസൻ നിധി അന്വേഷിച്ച് കിട്ടാതെ തളർന്നെത്തിയിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞ് വൈകിട്ടായത് അറിഞ്ഞിട്ടില്ല. കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വൈകിട്ടായത് അറിഞ്ഞിട്ടില്ല. അതെ 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 നിധി അന്വേഷിക്കും, നിധി കണ്ടെത്തിയിട്ടേ വരൂ. തിരിച്ചങ്ങോട്ട് വരുമ്പോൾ നിധിയും കൊണ്ടേ വരൂ. ഞങ്ങൾ വലിയൊരു നിധി ശേഖരം, ഞങ്ങളുടെ വലിയൊരു ശേഖരമുണ്ട്. അത്രയും വലിയൊരു ശേഖരം, നിധി ശേഖരം ഞങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുക അല്ലേ. ഇന്നത്തെ ആദ്യ ദിവസമായിട്ട് തന്നെ അതെ 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 ആദ്യ ദിവസമായതുകൊണ്ട് തന്നെ കാളിദാസന് നിധി ഇനി കിട്ടിയില്ലെങ്കിൽ തുറന്ന് സെക്രട്ടേറിയറ്റിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട്. അത്ര അടുത്താണ് നമ്മുടെ ഈ ആദ്യത്തെ മെയിൻ സ്റ്റേഡിയം, സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്ത് തന്നെയാണ്. അതുകൊണ്ട് ഇനി അവിടെ ഇട്ട് ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയാലേ ഉള്ളൂ, അല്ലെങ്കിൽ നിധിയുമായിട്ട് വരുമെന്ന് തന്നെയാണ് കാളിദാസൻ പറയുന്നത്. ഏതായാലും ഈ നടക്കുന്ന പരിപാടികളോളം വലിയ നിധി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രത്തോളം ഗംഭീര പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. കാരണം നമ്മൾ സൂചിപ്പിച്ച പോലെ നമ്മുടെ നിധി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ. കാരണം നമ്മളിങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കുക. ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ കുറേ ശേഖരിച്ചു. അത്യാവശ്യം ഇവിടുന്നും പല വേദികളിൽ നിന്നായിട്ട് കുറേ നിധി, നമുക്ക് അത്യാവശ്യം നിധികൾ കിട്ടിയിട്ടുണ്ട്. ഒക്കെ പ്രേക്ഷകരിലോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുക. അത് ഇനിയും വന്നുകൊണ്ടിരിക്കും. വിഷ്ണുവും കുറേ നിധി എടുത്തിട്ടുണ്ട്. അതെ 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 പ്രത്യേകിച്ച് ഈ ഊട്ടുപുരയിൽ ചെന്ന് കുറച്ച് നിധി എടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ഈ പറയുന്നത് തന്നെയാണ്, എല്ലായിടത്തും നിധി ശേഖരണം പോലെ തന്നെയാണ്. നമ്മൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ നമുക്ക് മടിയാണ്. അതായത് അടുത്തേക്ക് പോകുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ മിസ്സായി പോകും. ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് അങ്ങനെ കാളിദാസൻ തോന്നിയിട്ടില്ല? തീർച്ചയായും. കാരണം നമ്മൾ എല്ലാം വിചാരിക്കും 24 വേദികളുണ്ട്. 24 വേദികളിൽ നമുക്ക് പോയിട്ട് ഇതെല്ലാം കാണണം, കൃത്യമായിട്ട് കണ്ട് ആസ്വദിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ തന്നെ അങ്ങായി പോകും. ഞാൻ ഇത്ര നേരം വേദി 7-ലായിരുന്നു, ചാക്യാർകൂത്ത്. അപ്പോൾ ചാക്യാർകൂത്ത് തുടങ്ങാൻ ഇത്തിരി ഒന്ന് താമസിച്ചു. നമുക്കൊരു 11 മണിയോടുകൂടി തുടങ്ങുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ എന്താ അതിന് വ്യക്തമായില്ല. ചാക്യാർകൂത്ത് പഠിച്ചു വന്നിട്ട് പിന്നെ ചാക്യാർകൂത്തൊക്കെ പഠിച്ചു. ഇനി അവിടെ വന്നിട്ട് പോവാ, ഞാൻ അവിടുന്ന് രാജിവെക്കുക. ഞാൻ ഇനി ചാക്യാരാവാൻ പോവാ, കാളിദാസൻ ചാക്യാർ. അത് ശരി. അപ്പോഴാകുമ്പോൾ ആ സിനിമയിലൊക്കെ ഡയലോഗ് പറയും പോലെ, അപ്പോൾ ഇറങ്ങുമ്പോൾ ആ ചാക്യാറിനിട്ട് ഒന്ന് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ആയിരിക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചാക്യാർ കൂത്തുമായിട്ടൊക്കെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്നാലും ഇതുപോലത്തെ ചാക്യാർ കൂത്തല്ല കേട്ടോ, ഇവിടെ നടന്നതെല്ലാം നല്ല ഗംഭീര ചാക്യാർ കൂത്തായിരുന്നു. അതുപോലെ സംഘനൃത്തമുണ്ട്. സംഘനൃത്തമൊന്നും കളിക്കാൻ നമ്മുടെ ടീമിനോടൊന്നും പറയരുത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഇത് നമുക്ക് വിഷമാവും. അതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ അതും ചെയ്യും. അതുകൊണ്ട് നല്ല രീതിയിലാണ്. അതെ 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 പിന്നെ കൺഫേം. എന്ത് പറഞ്ഞു സംഘനൃത്തം വരെ ഞാൻ ഒറ്റയ്ക്ക് കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ ഇരുമ്പോഴേക്ക് അങ്ങ് പറയുക. നമുക്ക് വേറെ വിഷയത്തിലേക്ക് വരാം. നമുക്ക് ഒരുപാട് വേദികളുണ്ട്, 24 വേദികളുണ്ട്. അതേപോലെ തന്നെ ചാക്യാർ കൂത്തുണ്ട്, ലളിതഗാനം നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാളിദാസനോട് ചിലപ്പോൾ ഗിറ്റാറോ വയലിനൊക്കെ വായിക്കാൻ പറഞ്ഞാലും വായിക്കും. എഴുതി കൊടുത്താൽ മതി അല്ലേ? നോട്ടി പോയാ പാട്ടൊക്കെ പാടും. ഇപ്പോഴല്ലാന്നേ ഉള്ളൂ, കുറച്ചാൾ കഴിഞ്ഞിട്ട് പാടാം. സാധകം ചെയ്തോണ്ട് രാവിലെ അപ്പൊ വെള്ളം കുറവായിരുന്നു, അതുകൊണ്ട് ഇറങ്ങി സാധകം ചെയ്യാൻ പറ്റില്ല. അതാണ് സംഭവം. അത് നമുക്ക് കഴുത്ത് വരെ വേണം സാധകം ചെയ്യാൻ. അപ്പൊ കഴുത്ത് വരെ എത്തിയില്ല അല്ലേ. നമുക്കൊരു ഇവിടെ ആയപ്പോ പിന്നെ ഇന്ന് വേണ്ട, നമുക്ക് ഇങ്ങോട്ട് വരാനുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെ ഞാൻ എന്റെ സാധകവും മാറ്റി. അതെ. പിന്നെ കടലിലേക്ക് ഇറങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ ലൈഫ് കാർഡ് പിടിച്ച് തിരിച്ചു കയറ്റും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾ അത്തരത്തിൽ കാര്യങ്ങളൊന്നും മുതിർന്നില്ല. നമ്മൾ നേരെ രാവിലെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് വന്നു. അപ്പോൾ തന്നെ അവിടെ രാവിലെ ഒരു വൈബ് ഓൺ ആയിട്ടുണ്ടായിരുന്നു. നല്ല ലൈവിൻ്റെ ഒരു അന്തരീക്ഷം. നമ്മളല്ല ലൈവ്, ശരിക്കും ഇവിടെ ചുറ്റുമാണ് ലൈവ്. മൊത്തം ലൈവാണ്. നമ്മൾ എവിടെ നോക്കിയാലും ആളുകളുടെ ആഘോഷം, അത് സന്തോഷം. വരുന്നവരൊക്കെ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. ആരുടെയും മുഖത്തൊരു ക്ഷീണമൊന്നുമില്ല. ക്ഷീണമുള്ളവർ ശരീരത്തുണ്ടാവും, പക്ഷേ മനസ്സുകൊണ്ടില്ല. അങ്ങനെ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് ഇവിടെ. അത് ഈ ഒരു സ്റ്റേജിൽ നിൽക്കും. നമ്മൾ അടുത്ത സ്റ്റേജിൽ പോകുമ്പോൾ അവിടെ വേറൊരു ഫീലാണ്. അങ്ങനെ മാറി ഓരോ ഇടത്തും പോകും. അപ്പോൾ പോകുമ്പോൾ ശരിക്കും നമുക്ക് വിഷമം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകേണ്ടി വരുന്നല്ലോ എന്നാണ്. ഇനി യാത്രക്കിടയിൽ കുറേ സമയം നമുക്ക് മിസ്സാവുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ ശരിക്കും പ്രശ്നം അല്ലേ. രസം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇവിടെ ഈ ഒരു ഓളം, ഈ ഒരു ഒച്ച, ഈ ഒരു ശബ്ദം, ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു വൈബ് അല്ലെങ്കിൽ ഇവിടുത്തെ ഓളം എന്ന് പറഞ്ഞത്. അതേസമയം ഒരു 19, 20, 21 ആ സ്റ്റേജുകളിലേക്ക് പോകുമ്പോൾ അവിടെ നിശബ്ദതയാണ് ഓളം. കാരണം കഥാരചന, കവിതാരചന, ഇത്തരത്തിലുള്ള
ആ നിശബ്ദതയിൽ ഒരു ഓളമുണ്ട്. കാരണം അവരവരുടെ ചിന്തയിൽ മുഴുകിയിരിക്കുക. അവരെന്താ ചിന്തിക്കുന്നതെന്ന് അറിയാൻ നമുക്കൊരു, കാരണം ഒരൊറ്റ വിഷയം കൊടുത്തേക്കുന്നു. ആ വിഷയത്തിൽ ഒരു 25 കുട്ടികളുണ്ടെങ്കിൽ ആ 25 പേരും ചിന്തിക്കുന്നത് 25 രീതിയിലാണ്. അപ്പം ഇവരെന്താണ് ചിന്തിക്കുന്നത്, ഇവരുടെ കഥ എന്താണ്, ഇവരെഴുതിയ കവിത എന്താണ് എന്നൊക്കെ അറിയാനുള്ളൊരു ത്വര നമുക്കുണ്ട്. അപ്പം അതാണ്, അത്തരത്തിലുള്ള നിശബ്ദതയാണ് അവിടുത്തെ ഓളം. അപ്പോൾ ഓരോ തരത്തിലും ഒട്ടുപുരയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഓളം എന്ന് പറയുന്നത് മറ്റൊരു രീതി. ശരിക്കും കാളിദാസൻ പറഞ്ഞ പോലെ തന്നെയാണ്. അങ്ങോട്ട് പോവുകയാണെങ്കിൽ, അതായത് ഈ കഥാരചന, അതെ ഇന്ന് ഊട്ടുപുരയിൽ ഞങ്ങളങ്ങ് കയറി. എൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ജോസഫ് ഉണ്ടായിരുന്നു. നമ്മളെ ഊട്ടുപുരയിൽ അതെ പ്രധാനപ്പെട്ട ആൾ തന്നെയാണ്. അതായത് അവിടെ ആർക്കും പ്രാധാന്യമില്ല. അതായത് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരേ പ്രാധാന്യമാണ്. അതായത് നമ്മുടെ മിനിസ്റ്റർ ആയാലും, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആയാലും, നമ്മുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ആയാലും ഒക്കെ അവർ വന്നിരുന്നു, കുട്ടികളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അവരെന്താണ് കഴിക്കുന്നത് അത് തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. അവർക്ക് എങ്ങനെയാണ് വിളമ്പുന്നത് അങ്ങനെ തന്നെയാണ് വിളമ്പുന്നത്. ആർക്കും അവിടെ പ്രത്യേകതയില്ല. മന്ത്രിയെന്നോ അല്ലെങ്കിൽ MLA മാരെന്നോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെന്നോ അല്ലെങ്കിൽ കുട്ടികളെന്നോ അല്ലെങ്കിൽ അധ്യാപകരെന്നോ അങ്ങനെ ആർക്കും ഒരു പ്രത്യേകത ഇല്ലാത്ത സ്ഥലമാണ്. ഭക്ഷണം കഴിക്കാൻ എത്തുമ്പോൾ എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവർക്കും ഒരേ അഭിപ്രായങ്ങളാണ്, ഒരേ മറുപടിയാണ് എല്ലാവരും പറയുന്നത്. അത് നമുക്കിങ്ങനെ അനുഭവിച്ചറിയാൻ പറ്റും. അനുഭവിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ കഴിച്ചു നോക്കുന്നത്. അങ്ങനെ കഴിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ കൃത്യമായ ഒരു അഭിപ്രായം നമുക്ക് പറയാൻ പറ്റും. പറയുമ്പോൾ നമ്മൾ വ്യത്യസ്തമായി പറയാനൊക്കെ ആഗ്രഹിക്കും. പക്ഷേ അവരെന്താണ് പറഞ്ഞതോ അത് തന്നെയാണ് നമ്മളും പറയുന്നത്. അതാണ് ഊട്ടുപുരയുടെ കാര്യം. അല്ലാതെ ഈ എഴുത്തുപുരയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ കാളിദാസൻ പറഞ്ഞ പോലെ ഇൻട്രോവേർട്ടുകളായിട്ടുള്ള ആളുകൾക്ക് സ്വസ്ഥമായി പോയിരിക്കാൻ പറ്റിയ സ്ഥലം, ആരുടെയും ശല്യമില്ല. അതുപോലെ നമ്മൾ അവരെ ശല്യം ചെയ്യാൻ പോകരുത്, വളരെ മോശമാണ്. അങ്ങനെയുള്ള അനുഭവമാണ്. അപ്പോൾ വൈബ് ഓണാക്കാൻ ഇതുപോലെയുള്ള സംഘനൃത്തം പിന്നിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ലൈവിനിടയിൽ തന്നെ അത് തിരിഞ്ഞു കാണാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ട് കൂടി അനുഭവിക്കുന്നുണ്ട്. അത്രത്തോളം സന്തോഷമാണ് അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഞാനും അത് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നത്. നേരത്തെ ഇപ്പോൾ കഴിഞ്ഞൊരു പ്രകടനം അത്യുഗ്രനായിരുന്നു കേട്ടോ. കാരണം ഇതിൻ്റെ തന്നെ വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ സംഘനൃത്തത്തിലൊക്കെ പുതിയ പുതിയ വിഷയങ്ങൾ വരും. ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ കലോത്സവത്തിൽ മുമ്പ് പങ്കെടുത്തിട്ടുള്ളൊരു അനുഭവം കൊണ്ട് പറയാം. കാരണം ഈ നൃത്താധ്യാപകരും അതേപോലെ തന്നെ മറ്റ് സ്കൂളിലെ അധ്യാപകരൊക്കെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഇനങ്ങളാണ് ഈ സംഘനൃത്തം, ഈ മോഹിനിയാട്ടം, ഭരതനാട്യം. ഇപ്പം നമ്മൾ കായികമേളയിലെ ഗ്ലാമർ ഇനങ്ങൾ എന്ന് പറയുന്നത് 100 മീറ്റർ 200 മീറ്റർ ആണെങ്കിൽ കലോത്സവത്തിലേക്ക് ഗ്ലാമർ ഇനങ്ങളാണ് ഈ സംഘനൃത്തം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം. അപ്പോൾ അതിൻ്റെയൊക്കെ കോസ്റ്റ്യൂം കാണാനായിട്ട് ഇനി അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ അറിയാനായിട്ട് നൃത്താധ്യാപകരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതാണ് ഈ കാണുന്നൊരു ജനാരവം എന്ന് പറയുന്നത്. അതെ, സംഘനൃത്തം ഒറ്റയ്ക്ക് കളിക്കുമെന്ന് കാളിദാസൻ പറഞ്ഞപ്പോഴേ മനസ്സിലായി ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ടത്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത്. പറഞ്ഞാലൊന്നും തെറ്റില്ല കേട്ടോ. അതെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി, ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും ഒറ്റയ്ക്ക് കളിക്കാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ അതെ വിഷയത്തിൽ നിന്ന് തെന്നി മാറിയായിരുന്നു. പിന്നെ നമ്മൾ ആ വിഷയത്തിലോട്ട് കറങ്ങി തിരിഞ്ഞ് വരിക. ഭൂമി ഉരുണ്ടതാണെന്ന് പറയും പോലെ നമ്മൾ തിരിച്ച് അവിടേക്ക് തന്നെ വരും, തിരിച്ച് അതിലേക്ക് തന്നെ എത്തുന്നു. നമുക്ക് ആ വിഷയം നമ്മുടെ സംഘനൃത്തത്തിന്റെ കോസ്റ്റ്യൂമുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കളേഴ്സ് നല്ല വർണ്ണശബളമായ അതാണ്. കാരണം പുതിയ പുതിയ കോസ്റ്റ്യൂമുകൾ അല്ലെങ്കിൽ പുതിയ പുതിയ വേഷവിധാനങ്ങൾ ഈ ഒരു സംഘനൃത്തത്തിൽ അവതരിപ്പിക്കുക, അതിനൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിലെ പോയിന്റുകളുള്ളത്. അതേപോലെ പുതിയൊരു ആശയം കൊണ്ടുവരിക. ഇക്കൊല്ലം എനിക്ക് തോന്നുന്നു നിരവധി ആശയങ്ങളുണ്ട്. നമ്മുടെ സമകാലികമായിട്ടുള്ള ആശയങ്ങളെ ഊന്നിയിട്ടായിരിക്കും മിക്ക കൊല്ലവും അതിൽ 1ാം സ്ഥാനം നേടുന്നതൊക്കെ അത്തരത്തിലുള്ള ആശയങ്ങൾക്കായിരിക്കും. അതേപോലെ തന്നെ അവരുടെ ഒരു സിങ്ക്രണൈസേഷൻ, ആ ഒരു ഒരുമിച്ച് ഒരേപോലെ കൃത്യമായൊരു ചടുലതയോടെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഘനൃത്തം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് അതിനേക്കാളും ഏറ്റവും പാടുള്ള കാര്യം. ഇപ്പോൾ ഈ സംഘനൃത്തം ഒറ്റയ്ക്ക് കളിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഒരൊറ്റ ടീച്ചറാണ് ഇത് പഠിപ്പിക്കുന്നത്. ഇവരെല്ലാവരും ഈ കളിക്കുന്നുണ്ട്. പല ജില്ലകളിലും ഒരു ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്. അത് ഭയങ്കര പ്രത്യേകതയാണ്. ഒരു ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഏത് കുട്ടികൾ ജയിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ടീച്ചറിന് വളരെയധികം ബുദ്ധിമുട്ടാണ്, പറയാൻ പറ്റുന്നില്ല. അതിപ്പോൾ ചിലപ്പം കൊല്ലത്ത് പഠിപ്പിച്ച അതേ ടീച്ചർ ചിലപ്പോൾ എറണാകുളത്ത് പഠിപ്പിക്കുന്നുണ്ടാവും. അപ്പം ചിലപ്പോൾ ആ ടീച്ചർ തന്നെ ആയിരിക്കും പാലക്കാടും പഠിപ്പിക്കുന്നത്. ഇതെല്ലാം ഈ ഒരൊറ്റയ്ക്കാണ് ഈ ടീച്ചർ ഇതെല്ലാം. ഓരോ 15 കുട്ടികളാണെങ്കിൽ ഇവർക്ക് ഒരു ഇനം ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ആ കുട്ടി ഇങ്ങനെ കളിക്കൂ, ആ സമയത്ത് ഇങ്ങനെ കളിക്കൂ, ഈ പോയിന്റിൽ ഇങ്ങനെ കളിക്കൂ, അതായത് പാട്ടിന്റെ 2 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ നിൽക്കൂ. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ്. അതെ അതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഈ അധ്യാപകര് ഒരേ നൃത്തം തന്നെ പലരെയും പഠിപ്പിക്കും. പക്ഷേ അവിടെ മത്സരിച്ച് സമ്മാനം നേടുക എന്നുള്ളത് കുട്ടികളുടെ കഴിവ് തന്നെയാണ്. കാരണം എവിടെയെങ്കിലും ഒരാൾക്ക് പിഴച്ചാൽ മാത്രമാണ് അടുത്ത ആൾക്ക് വിജയിക്കാൻ പറ്റൂ. അതൊരിക്കലും അധ്യാപകൻ മനഃപൂർവ്വം പറഞ്ഞു കൊടുക്കുകയില്ല. അവർ എല്ലാ വിദ്യാർത്ഥികളെയും ഒരുപോലെ കൈകാര്യം ചെയ്താണ് പോകുന്നത്. അതായത് വരുമാനം എന്നോളം അല്ല അവിടെ
ഒരു പ്രത്യേകത. അതായത് ആര് ജയിച്ചാലും അധ്യാപകന് വിഷമമാണ്. കാരണം മറ്റുള്ള വിദ്യാർത്ഥികൾ തോറ്റുപോയി, അവരുടെ മറ്റുള്ള കുട്ടികളാണ്. അപ്പോൾ രണ്ടാമതോ മൂന്നാമതോ ഒക്കെ പോകുന്ന ആളുകൾ അങ്ങനെയാണ്. അപ്പോൾ ഒന്നാം സ്ഥാനം കിട്ടുന്നതിൻ്റെ സന്തോഷത്തിലുപരി ഒരു അധ്യാപകൻ എപ്പോഴും അങ്ങനെയുള്ള ഒരു ചിന്തകളുണ്ടാവും. നല്ല നല്ല കലാരൂപങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചു, കുട്ടികളത് നിറ സദസ്സിന് മുന്നിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നൃത്താധ്യാപകരുടെ ഒരു ഉള്ളിൽ സന്തോഷം നിറയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള നൃത്താധ്യാപകർ നിരവധി പേരുണ്ട്, കാണികൾക്കിടയിൽ തന്നെയുണ്ട് ഇതിനെ വിലയിരുത്താൻ. അതേപോലെ ഇപ്പം ഒരു ചെറിയ പിഴവ് കൊണ്ടായിരിക്കാം രണ്ടാം സ്ഥാനം മൂന്നാം, പക്ഷെ ചിലതൊന്നും നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പോലും പറ്റത്തില്ല. ആ പിഴവുകളൊന്നും ജഡ്ജസ് പോലും ചില സമയം ആശയക്കുഴപ്പത്തിലായിട്ടുണ്ട്. ഈ ഒരു ജഡ്ജ്മെൻറ്റിന് തന്നെ എത്രയോ സമയമെടുക്കും. കാരണം ഇതിൽ ആർക്ക് കൊടുക്കും, ഇതിൽ ആരാണ് മനോഹരമായിട്ട് കളിച്ചത്, തമ്മിൽ ഭേദം എന്നുള്ളത്. കാരണം എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരിക്കും. അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ജഡ്ജസിലേക്ക് വരുമ്പോഴാണ് പോയിന്റ് നിലയിലേക്ക് പറയുമ്പോൾ ജില്ലകളിപ്പോൾ മുന്നിൽ ആലപ്പുഴയാണ് 91 പോയിന്റാണ്, തൃശ്ശൂർ രണ്ടാമത്, കോഴിക്കോട് മൂന്നാമത്, അങ്ങനെ കണ്ണൂർ, കൊല്ലം, എറണാകുളം ഇങ്ങനെയാണ് പോയിന്റ് നില പോകുന്നത്. അപ്പോൾ അവിടെ കണ്ണൂർ രണ്ടാമതല്ല, ഇപ്പോൾ കണ്ണൂർ നാലാമതിലേക്ക് പോയിക്കാം. കോഴിക്കോട് മൂന്നാമത് കയറിയിട്ടുണ്ട്, അങ്ങനെ ഓരോ നിമിഷം മാറിക്കൊണ്ടിരിക്കുക. അവിടെ നിൽക്കുന്ന ആതിരയും കോഴിക്കോട് മൂന്നാമതാണ് കേട്ടോ, ഓർമ്മയുണ്ടല്ലോ. അതായത് കോഴിക്കോട് നേരത്തെ 9ാമത് വരെ പോയിരുന്നു, ഇപ്പോൾ കോഴിക്കോട് മൂന്നാമത് എത്തിയിട്ടുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഈ ആലപ്പുഴ കുറച്ച് നേരം തന്നെ ഒന്നാമത് നിൽക്കുകയാണ്. അതെ, ആലപ്പുഴ തോൽപ്പിക്കാൻ ഇത്തിരി പാടുണ്ട്. എന്നാലും ആലപ്പുഴ, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂരൊക്കെ 91 പോയിന്റുമായിട്ട് നിൽക്കുകയാണ്. ചെറിയ നേരിയ വ്യത്യാസങ്ങൾ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ മാറി മറയുന്നത്. എവിടെയാണ് ഇനി മത്സരം നടക്കുന്ന തിരുവനന്തപുരം എവിടെയാണെന്ന് വെച്ചാൽ 10ാമതായിരുന്നു, ഇപ്പോൾ 9ാമത് കയറിയിട്ടുണ്ട്. ഒട്ടും മോശമല്ല. കാരണം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം കലോത്സവത്തിൽ ഇത്തിരി പിന്നിലാവുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ വലിയ പ്രതീക്ഷ മങ്ങാൻ സാധ്യതയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മളെ തിരുവനന്തപുരം എന്ന് പറയുമ്പം ഈ ഇതുവരെ നേടിയ അല്ലെങ്കിൽ കലോത്സവം തുടങ്ങിയ കാലം മുതൽ ഉള്ള കണക്കെടുത്താൽ കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ കപ്പ് നേടിയത്. അതിന് തൊട്ട് പുറമെ തിരുവനന്തപുരമുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ ആ ഒരു മേന്മ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. 9ാം സ്ഥാനമാണെന്ന് വിചാരിക്കേണ്ട, കടുത്തൊരു മത്സരം തിരുവനന്തപുരം സൃഷ്ടിക്കുമെന്നുള്ളത് തന്നെ എൻ്റെ ഒരു വിലയിരുത്തൽ. അതിൽ വേറൊരു കാര്യം പറയണ്ടേ, ഈ പോയിന്റ് നിലയുടെ കാര്യം പറയുമ്പോൾ ഇനി പരാതികളൊക്കെ ഉയർന്നു വരാനുള്ള സാധ്യതകളൊക്കെ ഇനിയുണ്ട്. പക്ഷേ നേരത്തെ തന്നെ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, അതായത് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കുട്ടികളെ ഇറക്കിയുള്ള പരിപാടികളൊന്നും വേണ്ട, പ്രതിഷേധങ്ങളൊന്നും പാടില്ല, പരാതി ഉണ്ടെങ്കിൽ അപ്പീൽ നൽകാം, അല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാം. അതാണ് ആകെയുള്ള മാർഗം. അപ്പോൾ കോടതിയെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മത്സരത്തിലെ കുറിച്ച് നോക്കാം. അതായത് ഒരു സ്ക്രൂട്ടിനി ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനെ ഒരു പ്രശ്നമാക്കി മാറ്റി അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കരുത്. കാരണം ഇത് കലയുടെ ഉത്സവമാണ്, കലോത്സവമാണ്. ഇതിനെ ഒരു ഭംഗിയുള്ള, അതായത് വർണ്ണാഭമായ രീതിയിൽ തന്നെ ഇത് പൂർത്തീകരിച്ച് കൊണ്ടുപോകുന്നുള്ള ലക്ഷ്യം. ഈ തുടക്ക ദിവസം തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അല്പം പലയിടത്ത് വൈകി തുടങ്ങി എന്നുള്ളതാണ്. എന്നാലും അതിലാർക്കും പരാതിയില്ല. കാരണം എല്ലാവരും തയ്യാറായി. സ്റ്റേജ് 1 സംഘനൃത്തം പുരോഗമിക്കുകയാണ്. നമുക്ക് ആസ്വദിച്ച് വരാം.